everyone, welcome back to my channel. SSLC Physics Magnetic Effect of Electric Current എന്ന ചാപ്റ്ററിന്റെ ഫോർത്ത് പാർട്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആദ്യത്തെ 3 പാർട്ട് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഫോർത്ത് പാർട്ട് കാണാൻ ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർട്ടിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതൊന്ന് കയറി എല്ലാവരും ചെക്ക് ചെയ്യാം. അപ്പൊ 2 ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഫോർത്ത് പാർട്ടിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളും പഠിച്ചു. അത് വെച്ചുള്ള 2 എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്തു. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? അപ്പൊ നമ്മള് മറ്റൊരു എക്സ്പെരിമെന്റിലേക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് കിടക്കാൻ പോകുന്നത്. ആ എക്സ്പെരിമെന്റ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു എക്സ്പെരിമെന്റ് ആണ്. എല്ലാവരും ഇതാ ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. എല്ലാവരും കണ്ടുകാണും അല്ലെ? എന്താണ്? ഒരു കാർഡ്ബോർഡിനകത്ത് ഒരു കണ്ടക്ടർ വെച്ചിരിക്കുകയാണ്. അതിന് കണ്ടക്ടറിന്റെ 2 സൈഡില് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് മറ്റൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് വെച്ചിരിക്കുകയാണ്. ഇതിലാണ് മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ടാവുമ്പോൾ മാഗ്നറ്റിക് കോമ്പസിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലെ? അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരു എൻഡിലേക്ക് നമ്മൾ ആദ്യം നീക്കുകയാണ്. ആദ്യം നീക്കുന്ന സമയത്ത് ആ പെർപെൻഡിക്കുലർ ലൈനിൽ കൂടി ഒരു സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ നീക്കി പോവാണ്. നീക്കി പോകുന്ന സമയത്ത് ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ട്. പക്ഷെ അങ്ങ് അറ്റത്തെത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് നീഡിലിന് മാഗ്നറ്റിക് നീഡിലില് ഡിഫ്ലക്ഷൻ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. കോമ്പസിൽ ഡിഫ്ലക്ഷൻ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഈ കാര്യം ചെയ്യണം. നമ്മൾ ഈ കണ്ടക്ടറിന്റെ കോയിലിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് കോമ്പസ് വെക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഇത് നമുക്ക് ചെയ്തു നോക്കാനൊന്നും ഇപ്പൊ പറ്റില്ല അല്ലെ? അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ശ്രദ്ധിച്ചോണം. നമ്മുടെ മാഗ്നറ്റിക് കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ്, കോയിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന സാധനമാണ്. അതിനകത്ത് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? മാഗ്നറ്റിക് ഇഫക്റ്റും ഇൻക്രീസ് ചെയ്യും. അപ്പൊ മോർ മാഗ്നറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ മോർ മാഗ്നറ്റ് ഉണ്ടാവും, അപ്പൊ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് പഠിക്കാനില്ല. നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. when the number of turns of the coil increases, magnetic effect also increases. ഒരു കോയിലിന്റെ, നമ്മൾ കണ്ടക്ടറിനകത്ത് ഒരു കോയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ആ കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് ഇങ്ങനെ ചുറ്റുന്ന ആ ചുറ്റിന്റെ അളവ് ഒരുപാട് കൂടുതലാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? the magnetic effect of the conductor also increases. Now we are going to discuss about solenoid. What is solenoid? Solenoid is an insulated copper wire wound in the shape of an helix. Helix ന്റെ ഷേപ്പില് അതിനെ ചുറ്റി ഞാൻ ഇവിടെ ഫിഗർ കൊടുക്കാം. സോളിനോയിഡിന്റെ ഫിഗർ നിങ്ങൾ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. ഇതാണ് സോളിനോയിഡിന്റെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സോളിനോയിഡ്. സോളിനോയിഡ് എന്താണ്? A solenoid is an insulated copper wire wound around in the shape of an helix. ഒരു ഹെലിക്കൽ ഷേപ്പിൽ ഇങ്ങനെ വൂണ്ട് ചെയ്തിരിക്കുന്ന ആ സാധനത്തെ പറയുന്ന പേരാണ് എന്ത്? സോളിനോയിഡ് എന്ന്. നമ്മൾ ഈ സോളിനോയിഡിൽ ഒരു സോഫ്റ്റ് അയൺ കോർ, സോഫ്റ്റ് കോർ എന്തെങ്കിലും ഈ കോറിന്റെ ഫിഗർ ഇവിടെ കൊടുത്തേക്ക്. ഇതാണ് സോഫ്റ്റ് അയൺ കോർ. ഇത് നമ്മൾ സോളിനോയിഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു മാഗ്നറ്റ് ആയിട്ട്. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ സോളിനോയിഡ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോളിനോയിഡ് എന്താണ് സോളിനോയിഡ്? സോളിനോയിഡ് ഈസ് an insulated copper wire wound around the shape of an helix. ഒരു ഹെലിക്കൽ ഷേപ്പിൽ വൂണ്ട് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസ് ആണ് എന്ത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. സോളിനോയിഡിനകത്തോട്ട് ഒരു സോഫ്റ്റ് അയൺ കോർ കയറ്റി കറണ്ട് പാസ് ചെയ്താൽ അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു സോളിനോയിഡിലേക്ക് സോഫ്റ്റ് അയൺ കോർ കയറ്റി കഴിഞ്ഞാലാണ് അതൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ സോളിനോയിഡിനകത്ത് കയറ്റിയിരുന്ന ആ കോർ അങ്ങ് റിമൂവ് ചെയ്യാണ്. കോർ എന്ന് പറയുന്നതിന്റെ ഫിഗർ ഇവിടെ കൊടുക്കാം. അത് ഞാനങ്ങ് റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവച്ച് മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ ഡിക്രീസസ്. ആ കോമ്പസിലെ ഡിഫ്ലക്ഷൻ ഡിക്രീസ് ചെയ്യും. കാരണം അതിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് കുറയും. കോർ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? സോളിനോയിഡിനകത്ത് കോർ കയറ്റി വിടുമ്പോൾ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യും, മാഗ്നറ്റിക് ഇഫക്റ്റ് കൂടും. കോറിനെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ കുറയും, മാഗ്നറ്റിന്റെ ഡിഫ്ലക്ഷൻ കുറയും. അതാണ് കോറിന്റെ സ്പെഷ്യാലിറ്റി. നമ്മളിപ്പോ എന്ത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള 2
കാര്യങ്ങൾ പഠിച്ചു. എന്തെല്ലാമായിരുന്നു? ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. ഒരു കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുന്നതിലൂടെ നമുക്ക് മാഗ്നറ്റിക് ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സോളിനോയിഡിനെ പറ്റി പഠിച്ചു. സോളിനോയിഡിനകത്ത് ഒരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എങ്ങനെ ഈ സോളിനോയിഡിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കുമെന്നാണ് നോക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ സർക്കിളിനകത്ത് നോക്കി ആരോ മാർക്ക് പോയിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണിത്? ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് ഈ ആരോ മാർക്ക് പോയി. ഇങ്ങോട്ട് ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്യാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഈ ലൈൻ മാത്രം നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, ഇങ്ങനെ ഈ ലൈൻ മാത്രം നോക്കുമ്പോ ഈ ഭാഗം മാത്രം നോക്കുമ്പോ എന്ത് ഷേപ്പാ തോന്നുന്നേ? ഒരു എസ് ഷേപ്പ് തോന്നുന്നില്ലേ? അപ്പൊ അത് സൗത്ത് പോൾ ആണ്. ഇഫ് ഇൻ എ സോളിനോയിഡ് the current flows in clockwise direction, which is the south pole. ഒരു സോളിനോയിഡില് ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ കറണ്ട് പോവുകയാണെങ്കിൽ അത് എന്ത് പോളായിരിക്കും? അത് സൗത്ത് പോൾ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ എങ്ങനെ, ഇത് സൗത്ത് പോൾ ആകുമ്പോ ഇത് നോർത്ത് പോൾ ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ നോർത്ത് പോൾ ആയിരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പൊ നോക്കാം എങ്ങനെ നോർത്ത് പോള് കിട്ടും. ഞാൻ തന്നെ ഇങ്ങോട്ടൊരു ലൈൻ ജോയിൻ ചെയ്തു. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത് ഒരു എൻ ഷേപ്പിലില്ലേ? ഇങ്ങനെ നോക്കുമ്പോ ഒരു എൻ ഷേപ്പായിട്ട് തോന്നത്തില്ല എൻ. അപ്പൊ അത് നോർത്ത് പോളാണ്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. when current flows in clockwise direction, that side of the solenoid is south pole. when current flows in anti-clockwise direction, that side of the solenoid is north pole. ക്ലോക്ക്വൈസിലാണ് കറണ്ട് സോളിനോയിഡിൽ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, സോളിനോയിഡിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അത് നോർത്ത് പോൾ ആയിരിക്കും. അപ്പൊ ഇത് പറയുന്ന ഒരു ബോക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കിടപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം പഠിച്ചത്? സോളിനോയിഡിനെ പറ്റി പഠിച്ചു, അതിന്റെ ഡിറക്ഷനെ പറ്റി പഠിച്ചു, പിന്നെ ഒരു എക്സ്പെരിമെന്റ് നോക്കി അല്ലെ? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ വെച്ചുള്ള ഒരു എക്സ്പെരിമെന്റ് നോക്കി. നമ്മൾ നോക്കിക്കേ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പോട്ട്. എന്താണെന്ന് നോക്കിക്കേ, the factors that affecting the increase in the magnetic effect of a solenoid carrying conductor. സോളിനോയിഡ് ഉള്ള കണ്ടക്ടറിൽ ഏതൊക്കെ ഫാക്ടറാണ് മാഗ്നറ്റിക് എനർജി ഓർ മാഗ്നറ്റിക് ഇഫക്റ്റിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. നമ്മൾ ഉപയോഗിക്കുന്ന സോളിനോയിഡ് ആയാലും കോയിൽ ആയാലും അതിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഇഫക്റ്റും കൂടും. അതുപോലെ തന്നെ അടുത്തതാണ് എന്ത്? ദ കോർ യൂസ്ഡ്. എങ്ങനെയുള്ള കോറാണോ യൂസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ഇത് കൂടും, എന്താ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. പിന്നെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, അത് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. കറണ്ടിന്റെ പ്രവാഹം അനുസരിച്ച് ഒരുപാട് കറണ്ട് ഉണ്ടെങ്കിൽ ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. പിന്നെ ഏരിയ ഓർ ലൂപ്പ് ഓഫ് ദ കോർ, നമ്മൾ ഉപയോഗിക്കുന്ന കോറിന്റെ വീതിയും വണ്ണവും ഒക്കെ കണക്കിലെടുത്തും എന്ത് വെച്ചും മാഗ്നറ്റിക് ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻക്രീസസ് ദ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് എ solenoid carrying conductor? Yes, number of turns of the coil, intensity of electric current, then the core used, area or loop of the core. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് മാഗ്നറ്റിക് ഇഫക്റ്റിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബാർ മാഗ്നറ്റിന്റെയും സോളിനോയിഡിന്റെയും ഡിഫറൻസ് എഴുതാനൊരു ബോക്സ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് തന്നെയാണ് ഈ സോളിനോയിഡും നമ്മുടെ ബാർ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ബാർ മാഗ്നറ്റ് ടെമ്പററി ആണ്, സോളിനോയിഡിൻ്റെത് പെർമനന്റ് ആണ്. Bar magnet acts as a magnet every time, but solenoid acts as a magnet when current passes through it. Current ഉപയോഗിക്കും മാത്രമേ solenoid pass ചെയ്യൂ. We cannot change the intensity of magnetism in bar magnet. ബാർ മാഗ്നറ്റിൽ മാഗ്നറ്റിന്റെ മാഗ്നറ്റിസം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ സോളിനോയിഡിൽ we can change the intensity of magnetism. സോളിനോയിഡിൽ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്ത് കോർ മാറ്റി അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് മാഗ്നറ്റിക് ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഒരു പാർട്ടൂടെ ഉള്ളു, പാർട്ട് 5ഓടെ ഈ ചാപ്റ്റർ തീരുന്നതായിരിക്കും. നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഇനി ഒരു ഇച്ചിരിയും കൂടെ ഉള്ളു, അത് അടുത്ത പാർട്ടായിട്ട് എടുക്കാം.
അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ദ ഇൻക്രീസ് ഓഫ് മാഗ്നറ്റിക് ഇഫക്റ്റ്. മാഗ്നറ്റിക് ഇഫക്റ്റിന് ഇൻക്രീസിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി പഠിച്ചു. സോളിനോയിഡ് എന്താണ് പഠിച്ചു. സോളിനോയിഡിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസിലാണെങ്കിൽ സൗത്ത് പോൾ ആയിരിക്കും, ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ നോർത്ത് പോൾ ആയിരിക്കും എന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ മാഗ്നറ്റിന്റെയും സോളിനോയിഡിന്റെയും ഡിഫറൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററും ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതും കൂടി ഒന്ന് കയറി കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻ വരും. ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത പാർട്ടുമായിട്ട്, അതായത് നമ്മുടെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിൻ്റെ അവസാന പാർട്ടുമായിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.